മൂവ് ഓൺ. ലെഫ്റ്റ് 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 റൈറ്റ്. ഹാൻഡ്സ് എടുത്തോ. ഹാൻഡ്സ് എടുത്തോ. ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ. ഇനി അങ്ങോട്ട് മൂവ് ഓൺ. തുടങ്ങിയ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനും ഇത് അവൻ കണ്ടുപിടിച്ച റോബോട്ടുമാണ്. അങ്ങനെ ഒന്നുമല്ല. ഈ നിൽക്കണത് എന്റെ പെണ്ണുമ്പിള്ള, ഇത് അവക്കട ആംഗ്ല, എന്റെ ഒരേ ഒരു അളിയൻ ഏലിയാസ്. ചില സമയത്ത് അവനെ കണ്ട നീ ഏലിയസ് ആണോ ഏലിയനാണോ അമ്മാതിരി പ്രവൃത്തിയാ അവന്റെ. കൂട്ടാൻ വെക്കാനുള്ള മീനും കൊണ്ട് വന്നിട്ട് നീ മൈൻഡ് ചെയ്യാത്ത തന്നെ. പിന്നെ 100 രൂപയുടെ ചാളയും കൊണ്ട് വന്ന ആളിനെ ഞങ്ങൾ ബാൻഡ് സെറ്റ് വെച്ച് സ്വീകരിക്കാം. അല്ല ഇത് എന്നതാ ഈ മേടിച്ചോണ്ടേ നോക്കട്ടെ. അയ്യേ ചാളയോ? എന്തുവാ മനുഷ്യ, എന്റെ കൊച്ചിന് ചൂരയല്ലേ ഇഷ്ടം, അത് മേടിച്ചാ പോരായിരുന്നോ? അവന് വേണ്ടി ഒരു ചൂരല് തപ്പിട്ടാ ഞാൻ ഇത്ര നേരം താമസിച്ചേ. അത് കിട്ടിയില്ല, അത് അവന്റെ ഭാഗ്യം. നിങ്ങളെ അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ. എന്തായാലും അവൻ വളർന്നു വരുന്ന ഒരു കെമിസ്ട്രി വിദ്വാനല്ലേ. കെമിസ്ട്രി വിദ്വാനേ വന്നേ. ആ കെമിസ്ട്രിയുടെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. നിങ്ങൾ അനാവശ്യ കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട. അച്ഛൻ പൊന്നു പോലെ നോക്കാൻ തന്ന കുഞ്ഞായത്. അച്ഛന്റെ വിശേഷം പറയാണ്ടിരിക്കുക നല്ലത്. സ്ത്രീധനത്തിന്റെ ബാക്കി ചോദിച്ചു കഴിഞ്ഞപ്പോ പൊന്നു മോനെ അച്ഛന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല, നിനക്കൊരു കൈ സഹായത്തിന് ഇവരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് മുതലാ. ഇവന്റെ ഓരോ കണ്ടുപിടുത്തവും പരീക്ഷണം കാരണം നാട്ടുകാരുടെ മൊത്തം കൈ എന്റെ ചങ്കത്ത്. അങ്ങനെ ഒരു സഹായം ഇവൻ ചെയ്തു തന്നെ. ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യല് കേട്ടോ. എന്നടവേ തലയില് കേരളോ? കേരളമൊന്നല്ല, ഇത് ഞങ്ങളുടെ ശാസ്ത്രജ്ഞന്മാരുടെ പൊതുവായ ഹെയർ സ്റ്റൈലാണ്. ഐൻസ്റ്റീന്റെ തലയിലേക്ക് ഇങ്ങനത്തെ സാധനം ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? തോൽവിത്തരത്തിൽ ഐൻസ്റ്റീനെ കൂട്ടുപിടിക്കണേ. ഓടിവായോ. ലേന് നിങ്ങളോട് സംസാരിച്ചിട്ടൊരു കാര്യമില്ല. അത്രയ്ക്ക് എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്, പോയിട്ട് വരാം. ആരാണ്ടെങ്ങാണ്ട് ഒരു അടി പൊതിഞ്ഞ് കെട്ടി വെക്കണ്ട്, അത് മേടിച്ചു തരാനുള്ള പരിപാടിക്ക് പോയതാവൻ. മനുഷ്യ അനിയത്തി വരുന്നുണ്ട്, അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ വിരുന്ന് കൊടുത്തോ? ഇല്ല. അപ്പൊ ആ ചെക്കനിച്ച് വെള്ളിച്ച് ഇറച്ചിയൊക്കെ കൊടുക്കണ്ടേ? ഇറച്ചിന അവനെന്നാ കടുവേ? അതാണോ ഞാൻ പറഞ്ഞേ? 100-300 കിലോമീറ്റർ വണ്ടി ഓടിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുവാ. അപ്പൊ കാര്യമായിട്ട് ഇച്ചിരി എന്തെങ്കിലുമൊക്കെ വെച്ച് വിളമ്പി കൊടുക്കണ്ടേ മനുഷ്യ? 200 രൂപയുടെ കോഴിനെ വേണ്ടി 2000 രൂപയുടെ പെട്രോൾ അടിച്ചുകൊണ്ട് വരാൻ അവനെന്നാ തലക്കോളോ? വല്ല ഷാപ്പിലും പോയി തിന്നാൻ പറയും പടവടൊക്കെ. എന്റെ ദൈവമേ, ഇങ്ങനെ നക്കിത്തരത്തിന് ഒരു കുറവുമില്ലല്ലോ. ഞാൻ ഈ നക്കിത്തരം കാണിക്കണോണ്ടാണ് നീ നിന്റെ ആങ്ങളെയും നക്കി തിന്ന് ഇവിടെ ജീവിക്കണത്. അല്ലെങ്കിലും എപ്പോഴും അതെ, നിനക്ക് നിന്റെ അനിയത്തിയുടെ അനിയന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നാളെ ആണെങ്കിൽ ആ ജെയിംസിന്റെ 28. ഈ പ്രായത്തിലോ? അല്ലെന്ന്, ആ ജെയിംസിന്റെ 6ാമത്തെ കൊച്ചിന്റെ 28. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമുക്ക് വേണ്ട ഒരു കുഞ്ഞിക്കാല്. നിങ്ങൾ എന്തോ മനുഷ്യ ഇങ്ങനെ വന്നേ. കുഞ്ഞിക്കാല് നമ്മൾ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അമ്പലത്തിൽ പോണം, നേർച്ച നേരണം. അതൊക്കെ. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? ഉരുളി കമഴ്ത്തണം ചേട്ടാ. കുഞ്ഞിക്കാല് കാണുമെന്ന് യാതൊരു പ്രതീക്ഷ എനിക്കില്ല. ഉരുളിയല്ല കമഴ്ത്തണ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഇങ്ങ് വാ. എന്തുവാ? ഇവിടെ ഇരുന്നേ. ചേച്ചി കഞ്ഞി എടുത്തു തരാമോ? കുഞ്ഞിക്കാലിന്റെ കാര്യം തീരുമാനമായി. ഈ കഞ്ഞി വന്ന് കേറിയപ്പോ എടി നമുക്കൊരു കുഞ്ഞിക്കാല് കാണണമെങ്കിൽ ഈ മുതുകാലനെ ആദ്യം ഇവിടുത്തെ പുറത്താക്കണം. എന്തിനാ ഒരു കാര്യമില്ലാണ്ട് എന്നെ വഴക്ക് പറയണത്? എന്നെ വഴക്ക് നീ എങ്ങോട്ട് പോയതാടാ? ശാസ്ത്ര ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു പരീക്ഷണം ചെയ്യാൻ വേണ്ടി പോയതാ. എന്നെ വെള്ളം ഉണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ ഒരു റോക്കറ്റ് വിട്ടതേ ഉള്ളൂ. എടി ആ ഫോണെല്ലാം സ്വിച്ച് ഓഫ് എല്ലാ ലാപ്ടോപ്പും കണക്ഷൻ ഊരിയിട്. നമ്മൾ ഒരാഴ്ച ഇവിടെ ഉണ്ടാവില്ല ബോർഡ് തൂക്ക്. എന്തിനാ നിങ്ങൾ ഈ വെപ്രാളം കാണിക്കണത്? നീ വിട്ട റോക്കറ്റ് അല്ലേ, ലക്ഷ്യം തെറ്റൂന്നുള്ള കാര്യം ഉറപ്പാ. ആരെങ്കിലും പെരപ്പുറത്ത് പോയി വീഴും. അവര് വാളും വാക്കാത്തേട്ട് എന്നെ വെട്ടാൻ കണ്ടോ ചേച്ചി? എന്നെ കളിയാക്കുന്ന കണ്ടോ ചേച്ചി? എന്നെ കളിയാക്കുമല്ല, എന്നെ കാര്യമായിട്ടാക്കാൻ പോവാ. എന്നാ കാര്യം പറ. നീ സുരേഷിന്റെ വീട്ടിൽ പോയിട്ട് എന്നാ കാണിച്ചു കൂട്ടിയ? സുരേഷിന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഒന്നും കാണിച്ചില്ല. സുരേഷിന്റെ ഭാര്യ 9 മാസത്തോളം ഗർഭിണിയായിരുന്നു. അപ്പൊ ഞാൻ അവർക്ക് ബുദ്ധിയുള്ള ഒരു കൊച്ചുണ്ടാകാൻ വേണ്ടി ഞാൻ തന്നെ പരീക്ഷിച്ച് കണ്ടുപിടിച്ചൊരു മരുന്ന് സുരേഷിന്റെ ഭാര്യക്ക് കൊടുത്ത്. അയ്യോ എന്റെ മോൻ നല്ലൊരു കാര്യമല്ലേ മനുഷ്യ ചെയ്തത്. നല്ല കിടുക്കാച്ചി കാര്യം ചെയ്തു വെച്ചേക്കണ്. നീ അറിഞ്ഞാ ആ പെണ്ണ് പ്രസവിച്ചു? നല്ലതല്ലേ? നവജാത ശിശുവിന്റെ തലയിൽ ആന്റിന. അത് പിന്നെ ചേച്ചി, ഒരു പരീക്ഷണൊക്കെ ഏത് ശാസ്ത്രജ്ഞന്റെ തെറ്റും. പരീക്ഷണം തെറ്റിയത് നിന്റെ അല്ല, പിന്നെ നിന്റെ അച്ഛന്റെ. കണ്ടോ തന്തയ്ക്ക് വിളിക്കണ കണ്ടോ? തന്തയ്ക്ക് വിളിക്കണോ? നിന്നെ ഇന്നലെ സിന്ധുവിന്റെ കുളിമുറിയിലിട്ട് പിടിച്ചെന്തിനാ? അത് ചതിച്ചതാ ചേച്ചി. ആര്? സിന്ധുവാ? സിന്ധു അല്ല, അദൃശ്യനാകാനുള്ള മരുന്ന്. തെറ്റിയതല്ല, നിന്റെ റൂട്ട് തെറ്റിയതാ. അല്ലേ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആണ്ടേ ഞാൻ ഈ ജാറിനകത്തിട്ട് വെച്ച എന്റെ അരണ എന്തിയെ? ഉപ്പിലിട്ട് വെച്ചാൽ അരണയാണോ? ഉപ്പിലിട്ട് വെച്ച അരണയോ? ജീവനുള്ള അരണ അതെന്തിയെന്ന് ഞാൻ അതിനടുത്ത് കാട്ടി കളഞ്ഞു. ശാസ്ത്ര
ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു പരീക്ഷണ ചേച്ചി ഈ മുതുകാലിൽ ഇല്ലാണ്ടാക്കിയത്. എന്ത് പരീക്ഷണം? എല്ലാവരും പറഞ്ഞു അരണിക്ക് ഓർമ്മശക്തി ഇല്ലെന്ന്. അതിന് അതുകൊണ്ട് 6 മാസത്തോളം സന്തോഷ് പ്രേമി കൊടുത്ത് ഞാൻ വളർത്തിയ അരണേനെയാ ഈ പുള്ളി തുറന്നു വിട്ടത്. മഹാപാപി, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കൊച്ചി ഈ കാര്യത്തിലെങ്കിലും അങ്ങ് രക്ഷപ്പെടൂലായിരുന്നോ? എന്നെ അരണേനെ നോക്കി തരാൻ പോവാണോ? അല്ലടാ, ഒരു വാക്കാത്തി ജീവപര്യന്തത്തിലുണ്ട് അന്തസ്. ഈ സാമാനുകളെ വെട്ടിക്കൊല്ലാൻ പോവാ. എന്നാ ഞാൻ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നില്ല, ഞാൻ പോയി ആ തെങ്ങിന്റെ ചോട്ടിരിക്കട്ടെ. അതെന്തിനാണ് നീ അങ്ങോട്ട് പോണേ? കൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമം തെറ്റാണെന്ന് ഞാൻ ഇന്ന് തെളിയിക്കും. എടാ പ്രാന്ത, തേങ്ങ മൂത്ത് കിടക്കാ, തട്ടിപ്പോകും നീ. ഒരു ഭാവി ശാസ്ത്രജ്ഞന്റെ മുളയിലാണ് നിങ്ങൾ മുള്ളി ഒഴിക്കുന്നത്. മുള്ളി ഒഴിച്ചാ? അല്ല, മുള്ളി ഒഴിച്ചിട്ടാണ് നിങ്ങൾ നുള്ളിക്കളയുന്നത്. ഈ മൂത്രം ഒഴിക്കുമ്പോ ഒരു മുള്ളല് മുള്ളൂല. ആ സാധനല്ലേ ചേച്ചി ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു ശാസ്ത്രജ്ഞനാവണമെങ്കിൽ മിനിമം എന്റെ അത്രയും ബുദ്ധിയെങ്കിലും വേണം. നിങ്ങൾക്ക് എന്നാണ്ടെന്നാ പറഞ്ഞേ? ബുദ്ധി. എന്റെ ദൈവമേ, നിങ്ങളിത് കേൾക്കണം. കഴിഞ്ഞ ഓണാഘോഷത്തിന്റെ കിസ് മത്സരത്തിന് കറുപ്പും വെളുപ്പുള്ള ഒരു വസ്തുവിന്റെ പേര് പറയാൻ പറഞ്ഞപ്പോ പള്ളിക്കാട്ടെന്ന് എഴുതി വെച്ച പട്ടിയാ കുട്ടിയുടെ കാര്യം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പള്ളിക്കാട്ടം പിന്നെ എന്നെ മൾട്ടി കളറാണോ? കണ്ടോ, ഇപ്പോഴും പുള്ളിയുടെ തെറ്റ് മനസ്സിലായിട്ടില്ല. എടാ, നീ എന്തോ ചെയ്യണോന്നല്ലേ പറഞ്ഞ? അതാദ്യം പോയി ചെയ്പ്പോ. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ, ഒരു കാര്യം പറയട്ടെ. കൊച്ചുങ്ങളുടെ കാര്യമാണെങ്കിൽ നടക്കില്ല, ഈ പ്രാന്തം പോവാണ്ട്. അതല്ലെന്ന്, അവനൊരു കല്യാണ ആലോചനയും കൊണ്ട് വന്നിട്ടുണ്ടെന്ന് അച്ഛൻ. ബാക്കിയല്ല, ഇതും കൂടെ ആയിക്കഴിഞ്ഞാ പൂർത്തിയായി. ഈ പറയണ നിങ്ങൾ കല്യാണത്തിന് മുമ്പേ നോർമൽ ആയിരുന്നോ? അല്ലല്ലോ. അല്ല, കൂടുതൽ വർത്താനം പറയണ്ട, പോയി ചോദിക്കൂ കൊച്ചിനോട്. എലിയാസേ, പോന്നേ. വാടാ. എന്നാളിയാ തെങ്ങടവേ വക്കിയോലും വണ്ടിയോ? അടാ, ഇതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് വീറും വൃത്തിയായിട്ട് നടക്ക്. ഞാൻ വെട്ടാൻ വേണ്ടി ആ ശംഭുച്ചേട്ടൻ എടുത്ത് തന്നതാ. എന്നിട്ട് പുള്ളി പറഞ്ഞു ഒരു ഇൻഷുറൻസ് എടുത്തിട്ട് വെട്ടിത്തരാം. ആ പുള്ളിയുടെ ഭാര്യയ്ക്കും മക്കൾക്ക് ഇതിന്ന് വല്ലതും കടിച്ചു കഴിഞ്ഞ് ചത്ത് കഴിഞ്ഞാൽ ആരുമില്ല. അതുകൊണ്ടാ വെട്ടാണ്ടിങ്ങനെ വെച്ചേക്കുന്നത്. ഒരു കാര്യം പറയട്ടാ, നീ ഒരു കല്യാണം കഴിക്കുന്നതിനെ പറ്റി എന്നെ അഭിപ്രായം? അയ്യേ, എനിക്ക് കല്യാണമൊന്നും വേണ്ട. അപ്പൊ ജീവിതകാലം മൊത്തം എന്നെ ജീവിക്കാനാണ് പരിപാടി? അതല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് മനുഷ്യന്മാരെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. പിന്നെ എനിക്ക് ഒരു റോബോട്ടിനെ കല്യാണം കഴിച്ചാൽ മതി. ബ്രോക്കറെ വിളിക്കുക, കല്യാണം നടത്തി കൊടുത്തേക്കാം. റോബോട്ടിന് എങ്ങനെ മനുഷ്യ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണേ? കറണ്ട് അടിച്ച് ചാവുള്ളൊന്ന് ശബരം ചെയ്തതിനെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടോ ചേച്ചി, എന്റെ ഒരു ആഗ്രഹത്തെ ഇല്ലാണ്ടാക്കണ കണ്ടോ ചേച്ചി? നിങ്ങളൊന്ന് അടങ്ങ് മനുഷ്യ. നിങ്ങളെ മുമ്പിൽ ജയിച്ച് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ മോൻ. അതുകൊണ്ട് ഞാനൊരു വള ഊരി കൊടുത്തവന്. എടി, അവന് മതിച്ച ഭ്രാന്ത, നീ അവന്റെ കൂടെ തുള്ളുവാണോ? ഇത് അങ്ങനെയല്ല അളിയാ. ചേച്ചി ഊരി തന്ന വള വിറ്റ് 65,000 രൂപ കിട്ടി. ആ 65,000 രൂപയ്ക്ക് ഞാനൊരു കിടിലം വിഷയം കണ്ടുപിടിച്ചു. ഇന്ന് ഞാൻ ശാസ്ത്ര ലോകത്തെ ഞെട്ടിക്കും. ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ ഒരു ദിവസം എത്ര പ്രാവശ്യം ഞെട്ടിക്കും ഈ ശാസ്ത്രലോകത്ത്? ഞാൻ മഴയുള്ളപ്പോഴും ഞെട്ടിക്കും, മഴയില്ലാത്തപ്പോഴും ഞെട്ടിക്കും. നിങ്ങളുടെ നെഞ്ചിലെ കല്ലിറങ്ങിയോ? എന്റെ കറങ്ങി. അതാണോ ഞാൻ പറഞ്ഞത്? കിടിലൊരു മിഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ മിഷൻ ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനി ഏറ്റെടുത്ത് എത്ര രൂപ കിട്ടും അറിയാമോ? 100 കോടി രൂപ. എത്ര കോടി? 100 കോടി രൂപ. അങ്ങനെയുള്ളപ്പോ ഞാൻ നിങ്ങളുടെ ഇവിടുത്തെ കിടപ്പങ്ങ് അവസാനിപ്പിക്കും. ഞാൻ അങ്ങ് അമേരിക്കയിലേക്ക് പറക്കും. അതെന്തിനാ മക്കളെ നീ അങ്ങോട്ട് പോണത്? അവിടെയാണ് ശാസ്ത്രജ്ഞന്മാർ ഏറ്റവും കൂടുതലുള്ളത്. കൂട്ടുകൂടി ഞാൻ അവിടെ നടക്കും. മോനെ, എലിയാസ് മോനെ. എന്താ വിളിച്ചേ? എലിയാസ് മോൻ. ഞാനോ? ആ മോനെ, ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാലില്ലാത്തതിന്റെ കാരണം എന്നറിയോ? എന്നാ ഏട്ടാ? ഈടാ പട്ടി. എന്നാ പറഞ്ഞ? അല്ല, എന്നെ പറ്റി മാത്രമാണ് എന്റെ ചിന്ത. എന്റെ സ്വന്തം മോനെ പോലെയാണ് ഞാൻ നിന്നെ കണ്ടേക്കുന്നത്. ഞാൻ ഈ എപ്പോഴും കളിയാക്കണം എന്തിനാന്നറിയാമോ? എന്തിനാ? നിനക്ക് വാശി ഉണ്ടാവും. വാശി ഉണ്ടാകാൻ അങ്ങനെ പറയണം, അല്ലാതെ ഒരുമാതിരി ഊശിയാക്കരുത്. ഊശിയാക്കിയതല്ല, പിന്നെ ഞാനിപ്പോ നിന്നെ കളിയാക്കിയ കാരണല്ലേ നീ ഈ കുന്ത്രാട്ടം കണ്ടുപിടിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ കാശിങ്ങട് കിട്ടിക്കഴിഞ്ഞാൽ അയൽവക്കക്കാരെ ഒരൊറ്റ എണ്ണത്തിനെ മൈൻഡ് ചെയ്യരുത്. നമ്മൾ വലുതായി പോണേന് ആൾക്കാർക്ക് കുശുമ്പ. മനസ്സിലാവുണ്ടോ? ഞാൻ ആ കണ്ടുപിടിച്ച സാധനം നിങ്ങളെ കൊണ്ട് കാണിക്കട്ടെ. എടുത്തു. പിന്നെ 75 കോടി ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും തരും. അറിയാലോ. ഇപ്പൊ വരും എന്റെ അളിയ എന്റെ കൊച്ചു കണ്ടുപിടിച്ച കിടക്ക സാധനം. നിങ്ങൾക്ക് ഇത്ര നാൾ വരെ അവനെ എഴുതില്ലായിരുന്നല്ലോ. 100 കോടി. ഇതെന്നാടാ? ഇതാണ് യന്ത്രക്കോഴി. എന്തൊരു കോഴി? യന്ത്രക്കോഴി. ഇതിന്റെ സംവിധാനം എങ്ങനെയാ? ആരോടും പറയരുത്. ഇല്ല. ഈ കോഴി കൃത്യം എല്ലാ ദിവസം രാവിലെ 4 മണിക്ക് കൂവുമളിയാ. പിന്നെ ബാക്കിയുള്ള കോഴിയൊക്കെ കൂട്ടി കിടക്കുന്നത് വലിക്കാനാണോ? നിങ്ങൾ നോക്കിക്കോ, ഒരു ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടിട്ട് കൈയടിക്കും. കൈയടിക്കും. അപ്പൊ അവിടെ ബലിച്ചോറുണ്ടാവും, തിന്നാനുള്ള കാക്ക ഉണ്ടാവും. നിന്നെ ഞാൻ ഇന്ന് കൊല്ലുവിടാം. കരുതുവേടാ. നാണോ ഇല്ലാത്ത ചെറുക്കനെന്ന് ദൈവമേ, അഗസ്റ്റിൻ വിളിക്കണം. അഗസ്റ്റിനെ.
ആണോ? അയ്യോ അയ്യോ എന്തുവാ? ഇവിടെ ഉണ്ട് അവരിവിടെ ഉണ്ട്. ചോദിക്കാം. എന്റെ 89 വയസ്സുള്ള അഗസ്റ്റിന്റെ തള്ള അവിടെ മരിക്കാൻ വേണ്ടി കിടന്നതാ. ഇന്നലെ ഈ കാലം ചെന്ന് പ്രായം കുറയ്ക്കാനാന്നും പറഞ്ഞുകൊണ്ട് ഏതാണ്ട് മരുന്ന് കലക്കി കൊടുത്തടി. എന്നിട്ട് മരിച്ചോ? ചാവുകയാണെങ്കിൽ ഇതിലും ഭേദമായിരുന്നു. ഇപ്പൊ അത് തൊട്ടിലേക്ക് കയറി കിടന്ന് ഇങ്ങേ വിളിച്ചോണ്ടിരിക്കുക ഈ കാലം. ഇങ്ങോട്ട് പോണ ഇറങ്ങി വരില്ലെന്ന് പറഞ്ഞില്ലേ? നീ വല്ലേ? നിന്നെ പുറത്തെടുക്കാനുള്ള പരിപാടി എന്റെ അടുത്ത് ഉണ്ടാ. ആന്റണി ചുട്ട പറങ്കാണ്ടി. നിന്റെ അച്ഛൻ പൊട്ടാസ് ഇറങ്ങില്ലടാ നീ എന്റെ ദേഹത്ത്. ഇനി അറിയും. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിക്കത്തില്ലടി. നീ നിന്റെ ഭർത്താവ് എന്നെ കൊല്ലാൻ വേണ്ടി നോക്കില്ലേ? ഞാൻ പോവാ. ഇറങ്ങി പോടാ അവിടുന്ന്. നിന്റെ അപ്പുറത്തേക്ക് പോയാ പിന്നെ എന്നെ കിട്ടത്തില്ല. ഈ പ്രാന്തനെ പറഞ്ഞു വിടാൻ ഞാൻ നോക്കിയിട്ട് യാതൊരു വഴിയും കണ്ടില്ല. ഇനിയാണ് നമ്മൾ ശരിക്കും ജീവിക്കാൻ പോണത്. ഓക്കെ, എന്നാടിയാ കേറിപ്പോയത്? അളിയ വീട്ടിൽ ചെന്ന് അച്ഛൻ പറഞ്ഞു നിന്റെ വായിൽ ആറ്റം ബോംബിട്ട് പൊട്ടിക്കുന്നു. അതിലും ഭേദം അളിയന്റെ പൊട്ടാസ. പൊട്ടാസ് അല്ലാതെ പന്നിപ്പടക്കാം. നിങ്ങൾ ഇനി ടൈം ബോംബ് എടുത്തിറങ്ങിയാൽ എനിക്ക് പൊട്ടാസിന്റെ വിലയുള്ള അളിയ. എടി ഇതാണ് പറയണത്. ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. അങ്ങനെയല്ലടിയാ, ഞാൻ ജയിച്ചു, അളിയനും പെങ്ങളും തോറ്റു.